2024 മോഡൽ ജെൻ 3 ഡ്യൂക്ക് 390 ഈ ഇരിക്കുന്നത്. ഇലക്ട്രോണിക് ഓറഞ്ച് എന്ന് പറയുന്നൊരു കളർ ഓപ്ഷനിലാണിത്. ഇതുപോലെ തന്നെ അറ്റ്ലാന്റ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ ഓപ്ഷൻ കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അതാണിത് ആയിരിക്കുന്ന വണ്ടി. സോ ഇതാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു KTM-ish ലുക്കിൽ വരുന്നത്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫുൾ ഒരു ഓറഞ്ച് വൈബിലാണ് വണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് വീല്, ബാക്ക് വീല്, ടാങ്ക്, അതുപോലെ തന്നെ നമ്മുടെ റൈഡർ സീറ്റ് വരെ ഇതിൽ ഓറഞ്ചാണ്. ഫ്രെയിമും നമ്മുടെ ഓറഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ജനറേഷൻ 3 ഡ്യൂക്ക് 390 വന്നിരിക്കുന്ന ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഈ ഒരു 2024 മെയ് മാസത്തെ പ്രൈസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു സ്പ്ലിറ്റ് LED ഹെഡ് ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ രണ്ട് സൈഡിലായിട്ട് നല്ല കിഡിലൻ 2 DRLും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് മൂവീസിലെ മെഗട്രോണിൻ്റെ ഒരു ലുക്കൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും മെഗട്രോണിൻ്റെ ഫേസ് പോലെ ഇതിൻ്റെ ആ ഒരു ഹെഡ് ലാമ്പ് ഡിസൈൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 17 ഇഞ്ച് ഓറഞ്ച് അലോയ് വീൽസിൽ ഒരു റേഡിയൽ ടയറാണ് വന്നിരിക്കുന്നത്. ഇതൊരു H റേറ്റഡ് ടയറാണ്. നമ്മുടെ മെറ്റ്സെല്ലറിൻ്റെ സ്പോർട്ടെക് MS എന്ന് പറയുന്ന സീരീസിൽ പെടുന്ന ഒരു ടയറാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്റ്റിക്കി ടയർ എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇതിൻ്റെ പെർഫോമൻസിനെ റോഡിലേക്ക് നമുക്ക് കോൺഫിഡൻ്റായിട്ട് ഉറച്ച് നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടയർ എന്ന് തന്നെ വേണം പറയാനായിട്ട്. സോ ഗ്രിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട, കിടിലൻ ഗ്രിപ്പ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുതിയ വീൽസാണ്, അൺസ്പ്രങ് മാസ് കുറവുള്ള വീൽസാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഓവറോൾ വെയ്റ്റും അൺസ്പ്രങ് മാസും നന്നായിട്ട് കുറയാനായിട്ട് ഈ പുതിയ വീൽസ് സഹായിക്കുന്നുണ്ട്. ഒരു 5 സ്പോക്ക് അലോയ് വീലാണ്. അതിൽ നമുക്ക് 320ൻ്റെ ഒരു മാസീവ് ഡിസ്ക് ബ്രേക്കാണ് കാണാൻ സാധിക്കുന്നത്. അതും ഫ്ലോട്ടിംഗ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്ലോട്ടിംഗ് ഡിസൈനും വാഹനത്തിൻ്റെ അൺസ്പ്രങ് മാസ് കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഡിസ്കിൻ്റെ വെയിറ്റ് കുറയാനും അതിലൂടെ തന്നെ വാഹനത്തിൻ്റെ അൺസ്പ്രങ് മാസും ഓവറോൾ കെർവ് വെയിറ്റും കുറയാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് കാണാനും കുറേ കൂടെ ഒരു കൂൾ ലുക്കിംഗ് തിങ് ആണ്. അതിൽ നമുക്ക് ബൈബ്രയുടെ റേഡിയൽ കാലിപ്പറാണ് വരുന്നത്. അതും സ്റ്റീൽ ബ്രേഡഡ് ലൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിൻഡേഡ് പാഡ് ബ്രേക്കാണ് ഇതിൽ വരുന്നത്. 43 mm WP എപ്പെക്സ് സസ്പെൻഷനാണ് നിങ്ങൾ കാണുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. 5 ക്ലിക്സ് റീബൗണ്ട് ആൻഡ് കംപ്രഷൻ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് നമുക്ക് ഈ ഒരു ജനറേഷൻ 3 ഡ്യൂക്ക് 390 വന്നിരിക്കുന്നത്. സോ ഇതിലാണ് നമ്മൾ റീബൗണ്ട് 5 ക്ലിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇതിലാണ് നമ്മൾ കംപ്രഷൻ 5 ക്ലിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ചെക്ക്. ഇത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് അധികം ഇല്ല, 110 സെക്ഷൻ ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് ആ ഒരു ബ്ലാക്ക് മഡ് ഫ്ലാപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ബാറിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റർ. സോ നമുക്ക് ഇതിങ്ങനെ മുന്നിലേക്ക് പിടിച്ച് ഇത് തിരിച്ച് ഓരോ ആളുകളുടെ ഫിംഗർ റീച്ചിനനുസരിച്ച് ഇതിൻ്റെ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ന്യൂ ലിവർ ഡിസൈനും കൂടിയാണ് അതിന് കുറച്ചും കൂടെ എർഗണോമിക്കലായിട്ടുള്ള ലിവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലിരുന്ന് പിടിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡൻറ്റ് ഫീൽ കിട്ടുന്നുണ്ട്. മിറേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൊമിനർ 400 കണ്ട രീതിക്കുള്ള ഒരു മിറർ ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു കാസ്റ്റ് അലുമിനിയം ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ വിഷൻ കാര്യങ്ങളൊക്കെ ഈ മിറേഴ്സ് കൊണ്ട് കിട്ടും. ഇതിൻ്റെ ഹാൻഡിൽ ബാർ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ബാർ ടൈപ്പ് ഹാൻഡിൽ ബാറാണ്, അത്യാവശ്യം വൈഡാണ്. ഇതുപോലുള്ളൊരു ബൈക്കിന് വേണ്ട വൈഡ്നെസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ഇതാണ് കിൽ സ്വിച്ച് വരുന്നത്, ഇതാണ് എഞ്ചിൻ സ്റ്റാർട്ടർ ബട്ടൺ വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടണാണ്. ഇതാണ് നമ്മുടെ പുതിയ ഒരു 5 ഇഞ്ച് TFT കൺസോളിനെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ്. താഴെ ഹോണ്, ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് പാസും വരുന്നുണ്ട്. ഇനി ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഈ കാണുന്ന 5 ഇഞ്ച് TFT കളർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. നമുക്ക് ഈ ഒരു 4 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു സിംഗിൾ സിലിണ്ടർ സ്പോർട്സ് ബൈക്കുകളൊക്കെ കാണാൻ പറ്റുന്നതിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ് മോസ്റ്റ് അട്രാക്റ്റീവ് ഡിസ്പ്ലേ എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇത് ഞാൻ ഓഫ് ആക്കിയിട്ട് നിങ്ങളെ ഓൺ ആക്കി കാണിക്കും. ഇതിൻ്റെ ആനിമേഷൻ തന്നെ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ ആ ഡ്യൂക്ക് 390 ആനിമേഷൻ. അതുപോലെ തന്നെ ഇത് ഓൺ ആയാൽ തന്നെ ഇതുപോലെയുള്ള ഓരോ വാർണിങ്സ് കാണിച്ചു തരുന്നതും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയാണ്. ഇതിൽ മറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ മെനുവിൻ്റെ ഓരോ സെറ്റിങ്ങിനും അനുസരിച്ച് ഞാൻ കുറച്ചുകൂടെ വെട്ടം കുറച്ച് കാണിച്ചുതരാം. ഓരോ ഈ മെനുവിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിപ്പോൾ സ്ട്രീറ്റ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ട്രാക്കിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ മാറുന്നതല്ലേ, റെയിന് 3 റൈഡിംഗ് മോഡ്സാണ് ഇന്ന്, സ്ട്രീറ്റ്, ട്രാക്ക്, റെയിൻ. അതിന് ഓരോന്നിനും അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആകുന്നുണ്ട്. നമുക്ക് ട്രാക്ക് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൽ ലോഞ്ച് കൺട്രോൾ ഫീച്ചർ അൺലോക്ക് ആവുന്നതാണ്. 7000 RPM വണ്ടി ലോക്ക് ഓൺ ആവും. നിങ്ങൾ വൈഡ് ഓപ്പൺ ത്രോട്ടിൽ കൊടുത്താലും 7000 RPM ലോക്ക് ഓൺ ആയിട്ട് നിങ്ങൾ ക്ലച്ച് ഡാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങിപ്പോകാണ്ട്, അതായത് വീലി അടിക്കാണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫീച്ചറാണത്. മാത്രമല്ല നമുക്കിതിൽ ABS ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് ആൻഡ് സൂപ്പർ മോട്ടോ എന്നിങ്ങനെ 2 ABS മോഡ്സ് ഉണ്ട്. സൂപ്പർ മോട്ടോയിൽ നമുക്ക് ബാക്ക് ABS ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. സോ സ്ലൈഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത് നമ്മളെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്ന വണ്ടിയാണ്, അത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും.
അതേപോലെ തന്നെ ലോഞ്ച് കൺട്രോളിൻ്റെ ഒക്കെ തന്നെ ഫംഗ്ഷൻസ് ഉണ്ട്. ചില ഫംഗ്ഷൻസ് ഒന്നും നമുക്കിപ്പോൾ ഇതിൽ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇത് ഫസ്റ്റ് സർവീസ് കഴിയാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ ചില മോഡുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ കണ്ടില്ലേ, ബൈക്ക് ഇൻഫോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ഇൻഫോ വരുമ്പോഴത്തേക്കും ആ ഓരോ പാർട്ട് നമ്മളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ് ഈ ഒരു വണ്ടിയിൽ കാണാനായിട്ട്. കണ്ടില്ലേ, ക്രൂസ് കൺട്രോൾ, അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ പോലെയുള്ള ഫംഗ്ഷൻസ് വരുന്നുണ്ട്. സോറി, ക്രൂസ് കൺട്രോൾ വരുന്നില്ല, നമുക്ക് സ്പീഡ് കൺട്രോൾ വരുന്നുണ്ട്. അതായത് നമ്മളൊരു സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്പീഡിന് മുകളിലേക്ക് വണ്ടി പോവില്ല. അതുപോലെ തന്നെ ക്വിക്ക് ഷിഫ്റ്റർ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. സോ ക്ലച്ച് ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഗിയർ ഷിഫ്റ്റിങ്ങും ഇതിൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മീറ്ററിൽ ഇവിടെ ടാക്കോമീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് എഞ്ചിൻ ടെമ്പറേച്ചർ, അതിൽ കൂളൻ ടെമ്പറേച്ചർ കാണിച്ചു തരും. ഇവിടെ നമുക്ക് റൈഡിംഗ് മോഡ് ഏതാണെന്ന് കാണിച്ചു തരും. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണോന്നോ ഏത് ABS മോഡിലാണ് കിടക്കുന്നതെന്നോ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ വാർണിംഗ് ലാംപ്സ് ഒക്കെ ഉണ്ട്, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ക്ലോക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫ്യൂൽ ഗേജ് വരുന്നത്. ഈ താഴെ കാണുന്ന ടൈൽസ് ഒക്കെ തന്നെയും എസെൻഷ്യൽ ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ട് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന 4 ടൈല് നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ ഇടാൻ സാധിക്കും, നമുക്ക് ഏത് ഇൻഫർമേഷനാണ് ഏറ്റവും പ്രിഫറബിൾ എന്നുള്ളത്. അതുപോലെ ഈ ഒരു മീറ്റർ കൺസോൾ തന്നെ നിങ്ങൾ നോക്കുക, ഒരു ഫ്ലോട്ടിംഗ് ഡിസൈനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കുറച്ച് മുകളിലേക്ക് ഇതിനകത്ത് വേറെ ഇതിൻ്റെ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ റൈഡറിന് കാണാൻ സാധിക്കില്ല. സോ ഈ ഒരു ഹാൻഡിൽ ബാറിന് മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് ഈ ഒരു മീറ്റർ കൺസോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും ഒരു അടിപൊളി മീറ്റർ കൺസോളാണ് വന്നേക്കുന്നത്. പുതിയ Gen 3 Duke 390 നമുക്ക് ഒരു 15 ലിറ്ററിൻ്റെ ബിഗ്ഗർ ടാങ്കാണ് വന്നിരിക്കുന്നത്. അതൊരു മെറ്റൽ ടാങ്കാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സതീഷേ, ആ സാധനം കൊണ്ട് ഇവിടെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം, മെറ്റലാണോ ഫൈബറാണോ എന്നുള്ളത്. സോ ഇത് നമ്മുടെ മാഗ്നറ്റിക് ടാങ്ക് ബാഗാണ്, മാഗ്നറ്റാണിത്. യെസ്, സിംപിളി മാഗ്നറ്റ് ഇതാ അതേ ഒട്ടുന്നു. സോ ഇതൊരു മെറ്റൽ ടാങ്ക് ബാഗാണ്. മെറ്റൽ ടാങ്കാണ്, അതുകൊണ്ട് ടാങ്ക് ബാഗ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ മൗണ്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ കീ അസംബ്ലി വരുന്നത്. ഇതാണ് ഫ്യൂൽ ക്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ നോക്കി ആ ഒരു ടാങ്കിൻ്റെ സൈഡിലുള്ള കൗളും കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ്. ഭയങ്കര ഷാർപ്പ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു മസ്കുലാർ ബൈക്കാണ് ജനറേഷൻ 3 Duke 390 എന്ന് പറഞ്ഞാൽ. വലിയ ഡ്യൂക്ക് മോഡൽസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജാണ് ഇതിൽ KTM യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സീറ്റ് ഹൈറ്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സീറ്റ് ഒന്ന് കണ്ടു നോക്കും, നല്ല ഒരു ഓറഞ്ച് കളർ സീറ്റ്. അപ്പോൾ ചിലർക്കിത് ഇഷ്ടമാണ്, ചിലർക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പേഴ്സണലി എനിക്ക് ഈ ഒരു ഓറഞ്ച് സീറ്റ് ഇഷ്ടപ്പെട്ടു, കാരണം അത്രയും ഓറഞ്ചിഷ് ആയിട്ടുള്ള ഒരു വാഹനമാണിത്. നല്ല ഒരു യുണീക്ക് ലുക്കിംഗ് ആണ്. അപ്പോൾ സീറ്റും അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നല്ല പാഡഡ് സീറ്റാണ്. ബാക്കിലേക്ക് ഇറങ്ങുന്നവർ നമ്മൾ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. 800 mm ആണ് ഈ ഒരു സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്, അതായത് സാറ്റിൽ ഹൈറ്റ് വാഹനത്തിന് വരുന്നത്. പക്ഷേ നമുക്കിതിനെ വേണമെന്നുണ്ടെങ്കിൽ 820 mm ആയിട്ട് അപ്പ് ചെയ്യാനും സാധിക്കും. അതിന് ഒരു ഹയർ സീറ്റും കിട്ടും. അതുപോലെ തന്നെ സീറ്റിൻ്റെ താഴത്തെ ഒരു എക്സ്റ്റൻഷൻ ക്ലാഡിംഗ് ഒക്കെ കിട്ടും. സോ നിങ്ങൾക്ക് 800 നിന്ന് 820 mm സീറ്റ് ഹൈറ്റ് കൂട്ടാൻ സാധിക്കുന്നതാണ്. പുറത്തൊക്കെ നമുക്ക് 820 mm സ്റ്റാൻഡേർഡായിട്ടാണ് ഈ ഒരു വാഹനം ഇറങ്ങുന്നത്. ഇന്ത്യൻ വേർഷൻ നമുക്ക് 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. പില്ലൺ സീറ്റ് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള പില്ലൺ സീറ്റാണ്. ഇതിൻ്റെ ഈ ഒരു ഡ്യുവൽ സ്റ്റിച്ചിങ്, ഈ ഒരു ഡിസൈനും പാറ്റേൺ കാര്യങ്ങളൊക്കെ തന്നെ കാണാനായിട്ട് അടിപൊളിയാണ്. നല്ല സ്റ്റൈലിഷ് ആൻഡ് ഫങ്ഷണൽ ഗ്രാബ് റെയിൽസ് വന്നിട്ടുണ്ട്. ഇതൊരു കാസ്റ്റ് അലുമിനിയം ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. സോ പിടിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ്, നല്ല കോൺഫിഡൻ്റ് ആണ്. നമ്മുടെ ടെയിൽ ലാമ്പിൻ്റെ മുകളിലേക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്കും ഇതിങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പുതിയ LED ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. ഫുൾ LED ലൈറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. LED ഹെഡ് ലാമ്പ്, LED ടെയിൽ ലാമ്പ് ആൻഡ് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. സോ ഇതാണ് വാഹനത്തിൻ്റെ പുറകിൽ നിന്നുമുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. ബാക്കിൽ 150 സെക്ഷൻ വെറ്റ്സെല്ലറിൻ്റെ H-rated ടയറാണ്, റേഡിയൽ ടയറാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ട്രെല്ലിസ് ഫ്രെയിമാണ് വരുന്നത്. പഴയ ട്രെല്ലിസ് ഫ്രെയിമല്ല, ഇതൊരു പുതിയ ട്രെല്ലിസ് ഫ്രെയിമാണ്. വെയിറ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുണ്ട്, ഇംപ്രൂവ്ഡ് ഷാസിയാണ്. അതിൽ തന്നെ കാസ്റ്റ് അലുമിനിയം സബ് ഫ്രെയിമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഈ ഒരു പാർട്ടിൽ ഇത് നമുക്ക് സാധാരണ വാഹനങ്ങളിലൊക്കെ ഫൈബറും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ഇതിൽ കാസ്റ്റ് അലുമിനിയം ആയിട്ടാണ് KTM കൊടുത്തിരിക്കുന്നത്. സോ ഇത് കാണാനും അടിപൊളിയാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഭയങ്കര പ്രീമിയമായിട്ട് നമുക്ക് ഫീലും ചെയ്യും. അതുപോലെ തന്നെ പുതിയ ഒരു സ്വിംഗ് ആം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നമുക്കിവിടെ നിന്നാൽ ശരിക്കും കാണാൻ പറ്റില്ല. ഈ സസ്പെൻഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിലേക്ക് വരണം, കാരണം ഒരു ഓഫ്സെറ്റ് റിയർ മോണോഷോക്ക് വരുന്ന വാഹനമാണിത്. WPയുടെ എപ്പെക്സ് സസ്പെൻഷനാണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാ ഇവിടെയാണ് നമ്മുടെ റീബൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ 10 ക്ലിക്സ് ഓഫ് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റിയും ഈ ഒരു സസ്പെൻഷൻ വരുന്നുണ്ട്. ഇതിങ്ങനെ സൈഡിലേക്ക് വെക്കാൻ 2-3 കാര്യമുണ്ട്. ഒന്ന്, വാഹനത്തിൻ്റെ എസ്തെറ്റിക് ലുക്ക് കൂടും. മറ്റൊന്ന്, ഇതിന് കുറച്ചും കൂടെ വലിയ ഒരു എയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. സോ ആ എയർ ബോക്സിന് ഈ ഒരു വണ്ടിക്ക് അകത്ത് വെക്കാനായിട്ടാണ് ഈ സൈഡിലേക്ക് ഇതിൻ്റെ സസ്പെൻഷനെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു സൈഡിലെ സ്വിംഗ് ആമിനും ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട്. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽ എഞ്ചിനീയർഡ് ബൈക്ക് തന്നെയാണ് പുതിയ 3rd ജനറേഷൻ KTM Duke 390 എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു പഴയ അണ്ടർ ബെല്ലി എക്സോസ്റ്റ് ഇതിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 188 mm. അതൊരു നല്ല ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഇതുപോലുള്ള ഒരു നേക്കഡ് സ്ട്രീറ്റ് വാഹനത്തെ വെച്ച്
നോക്കുമ്പോഴത്തേക്ക്. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ എഞ്ചിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുതിയ 398.63 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് 4 സ്ട്രോക്ക് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇത് തന്നെ KTMൻ്റെ പുതിയ LC4C, അതായത് ലിക്വിഡ് കൂൾഡ് 4 സ്ട്രോക്ക് കോമ്പാക്റ്റ് സീരീസിൽ വരുന്ന എഞ്ചിനാണ്. മാക്സിമം 46 bhp പവർ 8500 RPMലും 39 Nm ടോർക്ക് 6500 RPMലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോൺസ്റ്റർ ഓഫ് ആൻ എഞ്ചിൻ തന്നെ വേണം പറയാനായിട്ട്. ഏകദേശം 12.7:1 ആണ് ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ ഒക്കെ വരുന്നത്. സോ പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സിലിണ്ടർ ബൈക്കുകളിൽ ഈ ഒരു സബ് 400 cc മോസ്റ്റ് പവർഫുൾ എഞ്ചിനാണ് നിങ്ങൾക്ക് ഇതിലിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ്റെ കൂളിംഗ് ബെറ്റർ ആക്കാനായിട്ട് പുതിയൊരു റേഡിയേറ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. 2 ഫാൻ വരുന്ന കെർവ്ഡ് റേഡിയേറ്ററാണ് KTM ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് ടെക്നോളജി വൈസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ് നമ്മുടെ KTM ഡ്യൂക്ക് 390 എന്ന് പറയുന്നത്. പോരാത്തതിന് നമുക്കിതിൽ റൈഡ് ബൈ വയർ ടെക്നോളജിയാണ് വരുന്നത്. ത്രോട്ടിൽ കേബിൾസ് ഇല്ല, സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ മൾട്ടിപ്പിൾ റൈഡ് മോഡ്സ്, ക്വിക്ക് ഷിഫ്റ്റർ, ട്രാക്ഷൻ കൺട്രോൾ. അതുപോലെ തന്നെ ഇതിന് ABSൽ തന്നെ വേറൊരു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലീൻ സെൻസിറ്റീവ് ABS ആണ്. അതായത് കോർണറിങ് ABS ഉള്ളൊരു വാഹനമാണിത്. ഇതിലൊരു IMU സിസ്റ്റം വരുന്നുണ്ട്. സോ നമ്മുടെ കോർണറിങ് ലീൻ സെൻസ് ചെയ്തിട്ട് അവിടെ നമ്മളിപ്പം കോർണറിൽ വെച്ച് ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീൽ ലോക്കപ്പായി നമ്മൾ വീഴാനുള്ള സാധ്യതകൾ വരികയേ ചെയ്യത്തില്ല ഈ ഒരു ബൈക്കിൽ. കാരണം ലീൻ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സേഫർ സൈഡും കൂടെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. 4,03,000 രൂപയാണ് ഈ ഒരു 3rd ജനറേഷൻ ഡ്യൂക്ക് 390യുടെ ഓൺ റോഡ് പത്തനംതിട്ട പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് 400 cc ബൈക്ക് എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം നിങ്ങൾക്ക് പെർഫോമൻസ്, ഫീച്ചേഴ്സ്, കംഫർട്ട് എല്ലാം തരുന്ന ഒരു അടിപൊളി പാക്കേജായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എസ്പെഷ്യലി 3rd ജനറേഷൻ ഡ്യൂക്ക് 390 ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു യൂസർഷിപ്പ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ഇടയിലായിട്ട് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് KTM പത്തനംതിട്ടയിലാണ്. അപ്പം പത്തനംതിട്ടയിലെ ഓൺ റോഡ് പ്രൈസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പോൾ KTM വാഹനങ്ങൾ, അതായത് 2024 KTM ബൈക്കുകൾക്ക് 5 വർഷം അല്ലെന്നുണ്ടെങ്കിൽ 75,000 കിലോമീറ്ററാണ് കമ്പനി വാറൻറ്റി പറയുന്നത്. അപ്പോൾ ആ ഒരു വാറൻറ്റിയും ഇപ്പം കുറേ കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 1 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ RSA ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിന് കമ്പനി കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരി KTM പത്തനംതിട്ടയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടുന്നതായിരിക്കും. KTM പത്തനംതിട്ടയിൽ നിന്ന് നിങ്ങൾ KTM അല്ലെന്നുണ്ടെങ്കിൽ ഹുസ്ക്വർണ മോഡൽസിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ റൈഡിങ് ഗിയേഴ്സ് ആൻഡ് ആക്സസറി ഷോപ്പായിട്ടുള്ള ഇഗ്നേറ്റ് സ്ട്രീറ്റ് പത്തനംതിട്ട എന്നുള്ള ഷോപ്പിൽ നിന്നും 6,000 രൂപയ്ക്ക് മുകളിലേക്ക് നിങ്ങൾ റൈഡിങ് ആക്സസറീസ് എന്തെങ്കിലും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 15% ഓഫ് ഇവർ നൽകുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ റൈഡിങ് ഗിയേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ലാഭകരമായിട്ടുള്ളൊരു ഡീലാണത്. അപ്പം എന്തായാലും നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു 3rd ജനറേഷൻ KTM ഡ്യൂക്ക് 390യുടെ ഒരു വോക്ക് അറൗണ്ട് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വേറൊരു വാഹനമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.